ഹലോ ഗൂയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാൻ പോകാം കേട്ടോ. ഈ ഹെൽമെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുള്ള റിയൽ ആക്സസറീസിൽ വെച്ചാണ്. അവിടേക്ക് ഞാൻ ശരിക്കും മുന്നേ പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പ്രശ്നമായിട്ട് കോഴിക്കോട് ഷോറൂം പോകുന്ന സമയത്താണ് യൂഷ്വലി അവിടെ കയറിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിയത്. അതിൻ്റെ ഒപ്പം കൂട്ടത്തിൽ ഞാൻ ബൂട്ട്സ് എടുത്തു. പിന്നെ അന്ന് നോക്കി വെച്ച് പോന്നിരുന്നതാണ് AGVൻ്റെ ഓരോ മോഡൽസ്. അപ്പോൾ അന്ന് എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ അവരോട് ഓർഡർ ചെയ്ത് അവരോട് കൊറിയർ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ വണ്ടിയിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അല്ലാതൊന്നുമല്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ AGVൻ്റെ ബോക്സ്. ഇത് കണ്ടോ, റിയൽ ആക്സസറീസിൻ്റെ കാർഡാണ്. ഇവിടെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ബോക്സ്. ഇപ്പോൾ കത്രിക ഒന്നും വേണ്ട, കത്രിക ഡാമേജ് ആവാതിരിക്കാനുള്ള ഫോം ക്ലോത്തിങ് ആണ്. ഇവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഒപ്പം ആദ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഇതിലൊരു ബലാക്ലാവ തന്നിട്ടുണ്ട് കേട്ടോ. ബലാക്ലാവ അവർ ഫ്രീ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നാണ് ഒരു ഗിഫ്റ്റായിട്ട്. അപ്പോൾ ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ആൽപിൻ സ്റ്റാർസിൻ്റെ ബ്രാൻഡിങ്ങിലൊക്കെ വരുന്നത്. ഇത് ഒറിജിനലൊന്നും ആവില്ല. ഒരു ബലാക്ലാവ അവർ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഏതായാലും. അപ്പോൾ അത് ഇവിടെ കിടക്കട്ടെ. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് ബലാക്ലാവൊക്കെ. പിന്നെ ഇതിൻ്റെ ഒപ്പം കണ്ടോ ഒരു വലിയൊരു ബുക്ക്ലെറ്റ് തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് AGVൻ്റെ സ്റ്റിക്കേഴ്സ്, ഓരോ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൈസർ മെക്കാനിസംസ് ഇൻക്ലൂഡഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഹെൽമെറ്റ് എടുത്ത് നോക്കാം. ഇതിൽ പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ബാക്കിക്ക് ഫുള്ള് ഫോം പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ ഈ ഐറ്റം. ഓക്കെ, ഇതും പോട്ടെ. അപ്പോൾ ഇതാണ് ഐറ്റം. ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്തിങ്ങിലാണ് കേട്ടോ വന്നത്. അതും ഇത് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ആക്സോറിൻ്റെ ഹെൽമെറ്റിൻ്റെ ഇതുപോലൊരു ബാഗ് ഉണ്ട്, പക്ഷേ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യില്ല. അടിഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യില്ല. ഏകദേശം ഈ ഒരു രീതിയിൽ ഓപ്പണിങ് കിടക്കും. അപ്പോൾ അത് ഒരു രീതിയിൽ നല്ല കാര്യമാണ്. നമുക്ക് ഡബിൾ ഡിയറിങ് രണ്ട് സൈഡിൽ നിന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് നമുക്കിങ്ങനെ പിടിച്ച് നടക്കാം, തൂക്കിയിട്ട് നടക്കാം. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ട് വെക്കുന്നതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിന് ലൂസ് ചെയ്തിട്ട് ഡബിൾ ഡിയറിങ് വെച്ചിട്ട് തൂക്കി നടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഏതാവും മോഡൽ ജസ്റ്റ് ഒന്ന്. ഇത് വെറുതെ കിട്ടിയ പൈസക്ക് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ട് സേവ് ചെയ്തിട്ട്. എൻ്റെ ഒരു ഡ്രീമായിരുന്നു AGV എടുക്കണം എന്നുള്ളത്. ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ AGV K1 ആണ് കേട്ടോ. AGV K3 എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഒരു 7,000 അല്ല, ഒരു 5,000 കൂടെ ഏറെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അതെടുക്കാതിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സെയിം ഷെല്ലാണ്. പിന്നെ K3ക്ക് ശേഷം ഇറങ്ങിയതാണ് K1. അപ്പോൾ ഒരു ട്രാക്ക് സ്പെക്ക് ഹെൽമെറ്റ് ആയിട്ടാണ് ഇത് ഇറക്കിയത്. പിന്നെ ഇതിൽ ഡബിൾ ഡിയറിങ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ ഇതിൽ നിന്ന് കണ്ടു. അതുകൊണ്ടാണ് K1 ശരിക്കും ചൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇട്ട് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ K3നേക്കാൾ ഇത്തിരി കൂടി കോമ്പാക്റ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ തലയാണ്, അപ്പോൾ വലിയ വലിപ്പമൊന്നുമില്ല. എനിക്ക് ഈ വ്ളോഗിങ്ങിൻ്റെ സെറ്റപ്പ് എല്ലാം കൂടെ അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നിച്ചതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു മോഡൽ എടുത്ത്. K3 എടുക്കാതെ ഇതെടുക്കാനുള്ള കാരണം അതാണ്. ഒന്ന് നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ പല ചോയ്സ് വന്നിട്ടുണ്ടായിരുന്നു. എയറോ, ഷോയെ, അങ്ങനെ ഓരോ മോഡൽസ്. ഇതൊന്ന് അയച്ച് കിട്ടുമോ? ഇതാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലും ഒരു കവറിങ് ആയിട്ടാണ് വരുന്നത്. ഇതൊന്ന് കിട്ടുമോ? ഓക്കെ, ഇപ്പം എടുത്തു തരാം. ഇതാണ് സാധനം. ഞാൻ അന്ന് കോഴിക്കോട് പോയ സമയത്ത് ഇട്ട് നോക്കിയിരുന്ന സെയിം സാധനം. അവിടെ ലാസ്റ്റ് പീസ് ഓഫ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ എല്ലാ ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല, റെയറാണ്. കുറച്ച്
ആൾറെഡി ഉള്ള K1 മോഡൽസിൽ നിന്ന് ഈ സാധനം എവിടെയും ഞാൻ നോക്കിയിട്ട് പല സ്ഥലത്തും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആകെ ഒരു പീസ് അവിടെ ലാസ്റ്റ് സ്റ്റോക്ക് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എടുത്തു, ഒന്നും നോക്കിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? ഞാൻ അന്ന് എടുക്കുമെന്ന് പറഞ്ഞതായിരുന്നു, അത് എടുത്തും ചെയ്തു. അടിപൊളിയല്ലേ? ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഒന്ന് ഇതിന് പിൻലോക്ക് റെഡി ആയിട്ടുള്ള വൈസറാണ്. പിൻലോക്ക് ഇല്ല, ജസ്റ്റ് പിൻലോക്ക് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു വൈസറാണ് ഉള്ളത്. പിന്നെ 2 എയർ വെൻറ്റ് ചിന്നിൻ്റെ ഭാഗത്ത്, അതിവിടെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ടാണ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുക. കാണിച്ചു തരാം. ഇവിടെ കാണുന്നില്ല, കണ്ടോ? ഇങ്ങനെയാണ് ഓപ്പണിങ് ക്ലോസിങ്, ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ടാണ് ചെയ്യുക. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് AGV. വെയ്റ്റ് ഉണ്ട് 1500 + 50 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ്, ±50 ഗ്രാം, ഏകദേശം ഒരു 1.5 കിലോസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഞാൻ ഇട്ട് നോക്കിയിട്ട് ഇനി ഒന്നുകൂടി ഇപ്പോൾ ഒന്നുകൂടി ഇട്ട് നോക്കണം എന്നുണ്ട്. ഞാൻ ഇട്ട് നോക്കിയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാധനം കണ്ടോ, വൈസർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും, അതൊക്കെ. പിന്നെ ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മെക്കാനിസം കണ്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഓവറായിട്ട് ഫോഗ് കയറുന്ന സമയത്ത് ഇങ്ങനെ വൈസർ ക്രാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെക്കാനിസം വെച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി എയർ ഫ്ലോ കിട്ടാനും, അതായത് പാസീവായിട്ടുള്ളൊരു വെൻറ്റിലേഷൻ സിസ്റ്റം പോലെ. ഇതിൻ്റെ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഏകദേശം നോയ്സ് ക്യാൻസലിങ്ങും ഞാൻ ഇട്ട് നോക്കിയിട്ട് ഒരു യൂസർ റിവ്യൂ പോലെ പിന്നെ ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതിൻ്റെ വൈസറും എല്ലാ സാധനവും അത്യാവശ്യം കണ്ടിട്ടൊരു നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ AGV ലോഗോ ഇല്ലേ ഈ മോഡലിന്, ഫുൾ ബ്ലാക്കുള്ള മോഡലുണ്ട്, അതിനുണ്ട് ഇവിടെ ബാക്കിലൊരു AGV ലോഗോ. പിന്നെ ഇതിനിവിടെ ഫ്രണ്ടിൽ മാത്രമേ ലോഗോ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ VR46, ഇത് 46 എഡിഷനാണ്. ഇത് പിന്നെ നിയോൺ യെല്ലോ കളറാണ്. ഇത് ഫെയ്ഡ് ആവുമോ ഇല്ലെന്ന് ഒരു ഐഡിയ ഇല്ല, അതും AGVയുടെ ആണ്. അപ്പം പിന്നെ കുറച്ചുകൂടി വിശ്വസിക്കാം. എൻ്റെ ആക്സോറിൻ്റെ ഏകദേശം ഈ മേലെ ഭാഗത്തൊക്കെ നിയോൺ ലൈനിങ് ഉള്ളത് കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, കുറച്ച് കാലെങ്കിലും നിൽക്കുമെന്ന് വിചാരിക്കാം. പിന്നെ ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കളർ എഡിഷൻസ് വരുന്നുണ്ട്. AGV K1ൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 14,500 മുതലാണ്. 14,500 മുതൽ ഗ്ലോസി ബ്ലാക്ക് വേരിയൻറ്റ് കിട്ടും. പിന്നെ ഒരു മാറ്റ് ബ്ലാക്ക് വേരിയൻ്റ് ഉണ്ട്, അതിന് 1000 രൂപ എക്സ്ട്രാ കൊടുക്കണം. അത് 15,500 അതിൻ്റെ MRP റേറ്റ്. പിന്നെ 16,999 വേറെയും കുറച്ച് മോഡൽസ് ഉണ്ട്, വേറെ ഗ്രാഫിക്സ് ഉള്ള. പിന്നെ 46 എഡിഷൻസ്, അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വരുന്ന മോഡൽസിൽ പെട്ടതാണ് ഇത്. ഒരു ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ഇത്രയും അധികം ഒരു 5,500 റുപ്പീസ് ഗ്ലോസി ബ്ലാക്ക് നേരെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഗ്രാഫിക്സ് തന്നെ അതിൻ്റെ ഉത്തരം. അത് അടിപൊളിയായിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ഡിസൈൻസാണ്. സോളിഡ് ഗുണ മോഡൽസ് ആയാലും പിന്നെ ഇങ്ങനത്തെ 46 എഡിഷൻസ് ആയാലും അടിപൊളിയാണ് കാണാൻ. ഇത് യുണീക്കാണ്. വേറൊരു ഹെൽമെറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ക്യാച്ചി ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒന്നും കാണാൻ പറ്റില്ല. എസ്പെഷ്യലി ഇതൊരു നിയോൺ ഗ്രാഫിക്സ് ആണ്. പല ആൾക്കാരുടെ അടുത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു റെയറാണ് കുറച്ചൊക്കെ വേറെയുള്ള മോഡൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോളിലൂണൊക്കെ വെച്ച് നോക്കുമ്പോൾ എസ്പെഷ്യലി പക്ക റെയറാണ്. പിന്നെ എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ MS ആണ്. ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് സൈസ് അതാണ് ഓക്കെ തോന്നിയത്. പിന്നെ ഹെൽമെറ്റ് എങ്ങനെ അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ വൈസർ എന്ന് പറഞ്ഞാൽ സിംഗിൾ വൈസറാണ്. ഇത് ട്രാക്ക് യൂസിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ സിംഗിൾ വൈസർ മെക്കാനിസം ആണുള്ളത്, ഡബിൾ വൈസർ ഇല്ല. പിന്നെ ഇതിൻ്റെ ചീക്ക് പാഡ് എന്ന് പറഞ്ഞാൽ IVR കോമ്പാക്റ്റബിൾ ആണ്. അതായത് ഇവിടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഫോം പാഡിങ് ഇത്തിരി കൂടെ ഇവിടെ 2 സൈഡിലും കണ്ണാട വെക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്പെക്സ് വെക്കാൻ വേണ്ടിയിട്ട് ചീക്ക് പാഡിൽ തിക്നെസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഇത് സ്പെക്സ് കയറിപ്പോവും. പിന്നെ ഉള്ളിലെ പാഡിങ് ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ കഴുത്ത് ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ കഴുത്തിനെ പൊതിഞ്ഞ് നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫോം പാഡിങ്. അത് ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കും, ഇത് എൻ്റെ തല ഇതിൻ്റെ ഉള്ളിൽ കയറുമെന്ന്. പക്ഷേ അവിടെ ചെന്ന് ഇട്ട് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ മാജിക്ക് മനസ്സിലായത്. നമ്മുടെ ഫേസിന് അത്രയും പൊതിഞ്ഞ് നിർത്തുന്ന രീതിയിൽ, കഴുത്ത് വരെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഈ ഹെൽമെറ്റ് നിൽക്കും ഇതിൻ്റെ പാഡിങ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രേത്ത് ഡിഫ്ലക്ടർ ഉണ്ട്. പിന്നെ ഡബിൾ ഡിയറിങ് സിസ്റ്റമാണ് വരുന്നത് AGVയുടെ തന്നെ. അപ്പോൾ വൺ ഓഫ് ദി സേഫസ്റ്റ് ആണ്, ട്രാക്ക് റെഡിയാണ് ഈ ഹെൽമെറ്റ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഇത്, ഇൻ്റർകോം യൂസ് ചെയ്യാനുള്ള ബ്ലൂടൂത്തിൻ്റെ പോക്കറ്റ്, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിൻ്റെ പോക്കറ്റ്. അപ്പോൾ അതും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് നോക്കിയിട്ടും എനിക്ക് ഏകദേശം 20,000 റേഞ്ചിൽ അത്യാവശ്യം സേഫ്റ്റിയും അത്യാവശ്യം ലുക്കുള്ള ഒരു ഹെൽമെറ്റ് നോക്കിയിട്ട് ഇതാണ് ചൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ ഷെല്ല് തെർമോപ്ലാസ്റ്റിക് ആണ്. അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. ഐ മീൻ അത്രയും വെയിറ്റ് റിഡക്ഷനൊന്നുള്ള ഒരു ആവറേജ് എബോവ് ആവറേജ് ഉള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്.
കാർബൺ ഫൈബറും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ AGV K5 സീരീസിലോട്ട് പോകണം. അത്രയൊന്നും പൈസ എൻ്റെ അടുത്തില്ല. അതിന് ഏകദേശം 35,000-45,000 വരും. അപ്പോൾ അതൊന്നും എടുക്കാനുള്ള ക്യാഷില്ല. പിന്നെ നോക്കിയിട്ട് എന്തുകൊണ്ട് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ എൻ്റെ സൈസിനനുസരിച്ച് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റാണ്. കാരണം ആക്സോർ ഇത്തിരി കൂടി ഇതിനേക്കാളും നല്ല വലുപ്പം തോന്നിക്കും. ആക്സോറിൻ്റെ ഹെൽമെറ്റ് നല്ല വലുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ ചീക്ക് പാഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീഡിയം സൈസാണ്. അത്യാവശ്യം എനിക്കിപ്പോഴും ചെറിയൊരു ലൂസുള്ള പോലെ, പക്ഷേ ഇത് പെർഫെക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ ഇതാണ് AGV K1 46 ഫ്ലേവം എഡിഷൻ. അപ്പോൾ ഈ അൺബോക്സിങ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് അൺബോക്സിങ്. ഇനി ഞാൻ ഇട്ട് നോക്കിയിട്ട് എൻ്റെ യൂസേജ് റിവ്യൂ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പോയിലർ എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്കാണ്. അതായത് ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നതുണ്ടോ, ഇങ്ങനെ കർവ് ചെയ്ത് വന്നിട്ട് പിന്നെ വേറെ നമ്മൾ ഡിസൈനായിട്ട് വളരെ ഇഴകി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. പിന്നെ ഈ ഓരോരുത്തർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ സ്പോയിലർ വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഈ സ്പോയിലർ അതിനൊരു തടസ്സമായി നിൽക്കുവാണ്. അതായത് ഷെല്ലിന് ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യുന്നതിന് സ്പോയിലർ തടസ്സമായിട്ട് നിൽക്കുവാണ്. ഒരിക്കലുമില്ല. ഇതിൻ്റെ സ്പോയിലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഇത് ഡിസ്പ്ലേസ് ചെയ്ത് പോകും. അതായത് ഇത് പൊട്ടി തെറിച്ച് എങ്ങോട്ടേലും പോകും. ബാക്കി ഇമ്പാക്റ്റ് ഈ ഷെല്ലിൽ തന്നെ മെയിനായിട്ട് വന്ന് കുടുങ്ങും. ആ രീതിയിലാണ് ഇതിൻ്റെ സ്പോയിലേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവാണ്. ഇതിൻ്റെ വൈസറിന് ഇറിഡിയം വൈസേഴ്സിനുണ്ട് 5,500 രൂപ. പിന്നെ ഇതിൻ്റെ ആൻറ്റി ഫോഗിനുണ്ട് 3,000 സംതിങ്. പിന്നെ ഓരോ പാഡിങ് എന്ത് സാധനങ്ങളായാലും വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം. പിന്നെ ഈ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്ത റിയൽ ആക്സസറീസ് എന്നാണ്. അവർ വളരെ നല്ല സർവീസ് കേട്ടോ. അതായത് പല കാര്യങ്ങളിലും വളരെ നല്ല സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പലതും ഇങ്ങോട്ട് ചെയ്തു തരുന്നുണ്ട്. പിന്നെ അവർ ബലാക്ലാവ ഗിഫ്റ്റായിട്ട് തന്നു, ഇതിവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽമെറ്റ് അല്ലെങ്കിൽ ആക്സസറീസ് ഇവിടെ മലപ്പുറം കോഴിക്കോട് ഏരിയയിലുള്ള ഏത് സ്ഥലത്തും ആയിക്കോട്ടെ അവർ കൊറിയർ സർവീസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ടോ, ഹെൽമെറ്റ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് നോക്കുക. ഹെൽമെറ്റൊക്കെ ഇട്ട് നോക്കിയിട്ട് തന്നെ എടുക്കുക. പ്രോപ്പറായിട്ട് ഇട്ട് നോക്കി സൈസൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുക. നിങ്ങളെ സൈസിനുള്ള ഹെൽമെറ്റ് എടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽമെറ്റൊക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റിയൽ ആക്സസറീസ് പോയി നോക്കുക. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് അല്ലെങ്കിൽ ട്രെയിൽ ബ്ലേസറിൻ്റെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് ഡിസ്കൗണ്ടുകൾ അവിടുന്ന് തരും. നിങ്ങളവിടെ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് കൊറിയർ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ അൺബോക്സിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.